ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നടന്നു. എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റില്ല, ടൈമില്ലായിരുന്നു. ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഒരു പുതിയ M5 കിട്ടി. മറ്റേ പൈസ കൊടുത്ത് വാങ്ങണ ഒരു M5 ഇല്ലേ, ഈ ഒരു M5, ആ ഒരു M5 ആണ് എനിക്ക് കിട്ടിയത്. നമ്മുടെ പക്ഷേ ഫ്ലൈയിങ് സ്കില്ല് നമ്മൾ കീപ്പ് ചെയ്യാൻ പോണേ, നമ്മൾ അതൊന്നും കൊടുക്കില്ല. പക്ഷേ ഈ കാറ് നമ്മൾ ഗിവ് അവേ വിൻ ചെയ്തിട്ടുണ്ട്, ഒരു വിന്നർ ആയിട്ടുണ്ട്. അയാളിപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക എപ്പോഴാണ് ഈ കാറ് വേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ തരാം. പിന്നെ അതുകൂടാണ്ട് നമുക്കൊരു മെക്ലാരൻ കിട്ടി, പിന്നെ വേറൊരു മെക്ലാരനും കൂടി കിട്ടി. പിന്നെ ഇത് കണ്ടോ ഗൈസ്, എനിക്ക് ഞാൻ ഇങ്ങനെ വെറുതെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു ബുഗാട്ടി ഇത്തിരി പൈസ കൊടുത്ത് വാങ്ങിച്ചാണ് ഞാൻ. അപ്പോഴത്തേക്കും അതൊരു റിയൽ മണി കൊടുത്ത് വാങ്ങുന്ന ഒരു ബുഗാട്ടി, ബുഗാട്ടി ആയിരുന്നു. അതിനാകെ അത്രയ്ക്ക് HP ഒന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് കിട്ടിയതാണ് ഇത്. അപ്പോൾ ഇത് അറബിക് സർവറിൽ പോയപ്പോഴാണ് എനിക്ക് കിട്ടിയത്. നല്ല കാറാണ്, ഹുണ്ണികനാണ്. അപ്പോൾ ഞാൻ ഇതിങ്ങനെ മോഡിഫൈ ചെയ്ത് ഇങ്ങനെ ബ്ലഡൊക്കെ വന്ന പോലെ ഇങ്ങനെ ആക്കി എടുത്തേക്കുന്നതാണ്. പിന്നെ ഇത് നമ്മുടെ ഡെയിലി റിവാർഡ്സ് കിട്ടുന്ന ഒരു കാറാണ്. പിന്നെ നമ്മുടെ ഈ കാർ ഞാൻ എടുത്താണ്. നമ്മുടെ ഷാജി പാപ്പൻ്റെ കാറൊന്ന് റീമേക്ക് ചെയ്യാൻ നോക്കിയതാണ്. പിന്നെ ബാക്കി എല്ലാ കാറും അങ്ങനെ തന്നെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ഈ ഒരു കാറും എല്ലാവരുടെയും റിയാക്ഷനൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് പോകണതാണ്. ഈ കാർ ഞാൻ റൊണാൾഡോൻ്റെ ഞാനൊരു പോർച്ചുഗൽ ഫാനാണ്. അപ്പോൾ റൊണാൾഡോൻ്റെ പോലെ ആക്കിയെടുത്താലോ, സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്താൽ അപ്പോൾ അത് ചെയ്യണോ വേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് കളർ എന്തെങ്കിലുമൊക്കെ മാറ്റണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഇതിൻ്റെ HP നിങ്ങൾക്ക് കാണിച്ചു തരാം. 900 ആണ് ഇതിൻ്റെ HP വന്നിട്ട്. അപ്പോൾ ഇതിൻ്റെ V12 എഞ്ചിനായിട്ട് വന്നേക്കണതാണ്. പിന്നെ അതുകൂടാണ്ട് ട്രിപ്പിൾ ടെർബോ. അപ്പോൾ ഈ കാർ ഞാൻ വാങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റിയൽ മണി എടുത്ത് വാങ്ങിച്ചതല്ല. എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായി, ഞാൻ ഒരു ഗെയിം കളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു ഡോഡ്ജ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡോഡ്ജ് ഓടിക്കുന്ന ആളെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു എനിക്കൊരു 900 തരുമെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞ് അവൻ പെട്ടെന്ന് ലെഫ്റ്റ് എൻ്റെ ഫ്രണ്ടായിട്ട്. അത് കഴിഞ്ഞിട്ട് അവൻ വന്നപ്പോഴത്തേക്ക് ഒരു ചെസ്കോ ആയിട്ടാണ്, കോണിസാക്കി ചെസ്കോ. അപ്പോൾ അവൻ പറഞ്ഞ് അവന് അത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു M5 ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞ് അത് തരാമെന്ന് പറഞ്ഞിട്ട് അവൻ എനിക്കിത് 10 മില്യൺ കാശ് തന്നത്. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ വാങ്ങിച്ചു. എനിക്ക് വാങ്ങാൻ പറ്റണ്ടായിരുന്നില്ല, പിന്നെ ഞാൻ എങ്ങനെയോ വാങ്ങിച്ചു. പിന്നെ ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് കിട്ടിയപ്പോൾ തന്നെ ഇങ്ങനെയാണ് കിട്ടിയത്. പിന്നെ ഞാൻ കാർബൺ ഫൈബർ ഹുഡൊക്കെ മാത്രമേ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ഞാൻ പ്രത്യേകിച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ V12 എഞ്ചിൻ ഇതെല്ലാം ഇങ്ങനെ തന്നെയായിരുന്നു എനിക്ക് വന്നത്. ഞാൻ വേറെ ഇതിൽ അലോയ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ വേറൊന്നും ചെയ്തിട്ടില്ല, ഹുഡ് മാത്രമേ കയറ്റിയിട്ടുള്ളൂ. പിന്നെ കളറ് ബ്ലാക്ക് ആയിരുന്നു, ഫുൾ ബ്ലാക്ക് ആയിരുന്നു. അപ്പോൾ ഞാൻ ഓറഞ്ചിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനായിട്ട് നമ്മുടെ സ്നോവിൻ്റെ അവിടെ കൂടി പോയപ്പോഴത്തേക്ക് ഫുൾ സ്നോ ആയിട്ട് ഇരിക്കണതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കൊണ്ടുവന്ന് വാഷൊക്കെ ചെയ്തിട്ട് വരാം. അപ്പോൾ നമുക്ക് ഇന്ത്യൻ സെർവറിൽ തന്നെ പോയി നോക്കാം. ഞാൻ ഈ വണ്ടി വിട്ടിട്ട് വേറെ സെർവറിലൊന്നും പോയിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ സെർവറിൽ തന്നെ എന്തായാലും പോയി നോക്കാം. അപ്പോൾ നല്ല കാർ എന്തെങ്കിലും കിട്ടണമെങ്കിൽ ഞാൻ ഇപ്പോൾ കാറ് പൈസ എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു റൗണ്ട് ചെയ്യണമെങ്കിൽ എൻ്റെ കയ്യിൽ 40 മില്യൺ കാണും. എൻ്റെ കയ്യിൽ 50 മില്യൺ ഉണ്ടായിരുന്നാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു 30 മില്യൺ കൊടുത്ത് F1 വാങ്ങിച്ചു. F1 ഞാൻ അപ്പോൾ തന്നെ ഒരു 40 മില്യൺ വിറ്റു. അപ്പോൾ വേറെ ഇതാണ്, സോറി ഗൈസ്, ഇതാണ് നമ്മുടെ കാറിൻ്റെ ഇൻറ്റീരിയർ വന്നേക്കുന്നത്. നൈസാണ്. പിന്നെ വേറെ ഒന്നുമില്ല ഗൈസ്. നമുക്ക് എന്തായാലും ഫസ്റ്റ് തന്നെ കൊണ്ട് ആ സൗണ്ട് കേട്ടോ ഗൈസ്. കണ്ടോ, ഇതാണ് സൗണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും പോയി വാഷ് ചെയ്തിട്ട് വരാം. ഈ സെർവറിൽ ആരും ഇല്ല ഗൈസ്. നേരത്തെ ഞാൻ ഒരു സെർവറിൽ പോയപ്പോൾ ഞാൻ ഈ വണ്ടിയായിട്ട് ജസ്റ്റ് ഒന്ന് പോയി നോക്കി. സ്നോവിൻ്റെ അവിടെ പോയി പറഞ്ഞില്ല, അത് ഈ ഓൺലൈനിലായിരുന്നു. അപ്പോൾ ഞാൻ പോയായിരുന്നു, ഒരു പ്രാവശ്യം ഞാൻ പോയായിരുന്നു. അപ്പോൾ പോയി കഴിയുമ്പോഴത്തേക്കും നോക്കിയപ്പോൾ ഫുൾ ഈ M5 ആയിട്ട്. അപ്പോൾ ഞങ്ങളൊരു മീറ്റ് പോലെയൊക്കെ ചെയ്തായിരുന്നു, പക്ഷേ റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ നമ്മുടെ വണ്ടിയിൽ ലുക്ക് ഇതാണ് ഗൈസ്. നമുക്ക് ലൈറ്റൊക്കെ ഒന്ന് ഓൺ ചെയ്തിടാം, കണ്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് എന്നാലും അങ്ങോട്ട് പോകും. അവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവണമായിട്ടുണ്ട്, ആൾക്കാരുണ്ട്. പക്ഷെ എല്ലാവരും എനിക്കറിയില്ല എന്താണെന്നറിയില്ല. എല്ലാ ആൾക്കാരും ജോയിൻ ആകുമ്പോൾ തന്നെ, ഞാനും അങ്ങനെ തന്നെയാണ് ഗൈസ്, ജോയിൻ ആകുമ്പോൾ തന്നെ നമ്മുടെ കാർ സെല്ലിംഗ് പോയിന്റിലേക്ക് വന്നത്.
നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ കൂടെ കളിക്കണമെങ്കിൽ എന്താ കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങളുടെ കോഡ് എനിക്ക് അയച്ചു തന്നിട്ട് ഒരു ടൈം പറയുമെങ്കിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കളിക്കാം. വെറുതെ ഒരു മീറ്റപ്പും കാര്യങ്ങളൊക്കെ പോലെ. നമുക്ക് വണ്ടി ഇവിടെ ഒരു ലണ്ടൻ്റെ ബസ്സുകളൊക്കെ ഉണ്ടല്ലോ. നമ്മൊരു ബസ് വാങ്ങിച്ചാലോ എന്ന് എനിക്കൊരു പ്ലാൻ ഉണ്ട്. വാങ്ങണോ വേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യും. നമുക്കതൊന്നും പയ്യങ്ങോട്ട് ആക്കിയിടാം. ഒരു ഫോർച്യൂണർ ആക്കുന്നുണ്ട്. പോർച്ചുഗലിനാണ് ഗൈസ് ഇത്. ഗൈസ് പോർച്ചുഗൽ ഇതേപോലെ ആക്കാനാണ് ഞാൻ ചോദിച്ചത്. വണ്ടിയുടെ ലോക്ക് ചെയ്തിട്ട് കൈ പാസ്സാക്കിയില്ല. വണ്ടിയുടെ കിടക്കട്ടെ. ഇതേ ഗൈസ് വേറെ ഒരു BMW ഉണ്ട്. നൈസായിട്ടുണ്ട്, കുഴപ്പമില്ല. ഇതത്രക്ക് എന്താ ഇത് നമ്മുടെ ഫ്ലൈയിങ് സ്കെയിലില്ലേ ഗൈസ്, ആ ഒരു BM ആണ്. നമ്മുടെ ഫ്ലൈയിങ് സ്കെയിലിൽ എന്തായാലും നമ്മൾ കൊടുക്കാൻ പോകുന്നില്ല. അത് നമ്മളിപ്പോഴും കീപ്പ് ചെയ്യാൻ പോകുന്നതാണ്. അതേ ഗൈസ്, അത് നൈസായിട്ടൊന്നുമില്ല. നമ്മൾ ഇപ്പോൾ 2 M5 ഉണ്ട് നമ്മൾ, പക്ഷേ 2 M5 നമ്മൾ കൊടുക്കാൻ പോകുന്നില്ല. നമുക്ക് 2 കീപ്പ് ചെയ്യാൻ പോകണാണ്. ആദ്യം നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന M5 വാങ്ങിയല്ല. അതുകൊണ്ട് എനിക്കൊരു M5ൻ്റെ ഒരു ബിഗ് ഫാനാണ് ഞാൻ. സോ ഇവിടെ ഫെറാറി കിടക്കുന്നുണ്ട്. 1Sൻ്റെ ഒരു ബസ് വന്നിട്ടുണ്ട്. 2 1S ഉണ്ട്. ഇവിടെ സിവിക് കിടക്കണ്ടല്ലോ, നൈസല്ലേ. ഇവിടെ ഒരു F1 കിടക്കുന്നുണ്ട്. ഞാൻ ഒരു F1 വാങ്ങിച്ചത് 30 million ആണ്. എന്നിട്ട് ഞാൻ 45 million കിട്ടി. 45 അല്ല ഗൈസ്, 40 million കിട്ടി. പിന്നെ നൈസായിട്ടുണ്ട്. പോർച്ചുഗലിൽ കാരണം അടിപൊളിയായിട്ടുണ്ട്. സിയാസാൻസാണ്. ഈ സൈഡിൽ അത്ര ആൾക്കാരൊന്നും ഇല്ലെന്ന് പറഞ്ഞു ഗൈസ്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇത് ഗ്ലിച്ചൊന്നുമല്ല ഗൈസ്, ഞാൻ ഇവിടെ ഇങ്ങനെ ചെയ്യാൻ ജമ്പ് ചെയ്യണമല്ലോ. നമുക്ക് നല്ല വണ്ടി എടുത്ത് റബ്ബ് ചെയ്ത് നോക്കാം. നൈസല്ലേ ഗൈസ് നമ്മുടെ വണ്ടിയുടെ ലുക്ക്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ലീവായിട്ട് വേറെ ഏതെങ്കിലും സെർവറിൽ പോയി നോക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി പോകുമ്പോൾ നമ്മുടെ ഫ്ലൈയിങ് സ്ക്വയറിലായിട്ട് പോയി നോക്കാം. കാരണം ഒരു പ്രാവശ്യം ഞാൻ ഇതുപോലെ ഫ്ലൈയിങ് സ്ക്വയറിൽ എടുത്തില്ല, വേറെ ഈ കാറൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ടൈമിൽ ഞാൻ എന്താ ഫ്ലൈയിങ് സ്ക്വയറിലെടുത്ത് ഇങ്ങനെ പോയപ്പോഴത്തേക്കും വേറെ കുറേ ഫ്ലൈയിങ് സ്ക്വയറിൽ അവിടെ ഉണ്ടായിരുന്നു. അതായത് പിക്കൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, നൈസായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഫ്ലൈയിങ് സ്ക്വയറിൽ എടുക്കാനുണ്ടാവും. ഇത് ഓടിക്കുമ്പോൾ കിട്ടുന്ന ഫീൽ വേറെ ഒന്നും ഓടിച്ചാൽ കിട്ടില്ല ഗൈസ്. ഒരു നൈസ് ഫീലാണ് ഇത് ഓടിക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കളറ് ജസ്റ്റ് ഇല്ല ഗൈസ്. ഈ കാർ കണ്ടിട്ട് പെട്ടെന്ന് ഈ കളർ കാണുമ്പോൾ വേറെ എന്താ പോലെയാണ്. നമുക്ക് എന്തായാലും ജോയിനായിട്ട് നോക്കാം. നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് ജോയിനായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ലോഡിങ്ങാണ് കാണിക്കണേ. അപ്പോൾ ഇനി വേറെ ഏതെങ്കിലും വണ്ടിയൊക്കെ വാങ്ങണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഗൈസ്. അപ്പോൾ അടുത്ത ഗീവ് അവേ വരുന്നതായിരിക്കും. നമ്മൾ ഏതെങ്കിലും നല്ല വണ്ടി തന്നെയായിരിക്കും വാങ്ങണേ. ഏതെങ്കിലും ഡോഡ്ജോ വല്ലതായിരിക്കും. ഞാൻ ആ ഡോഡ്ജ് 900 ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഗീവ് അവേക്ക് വേണ്ടിയിട്ട് തന്നെയായിരുന്നു. പക്ഷെ അത് കിട്ടിയില്ല. അതിനൊരു M5 ആണ് കിട്ടിയത്. ഇതിൻ്റെ സൗണ്ട് കേട്ടോ ഗൈസ്, ഇത് നൈസാണ്. മറ്റേത് ഇത് ഞാൻ എന്താ ഒന്നും ചെയ്തിട്ടില്ല. ആകെ ചെയ്തേക്കണ ടെർബോ ഇട്ടിട്ടുണ്ട്. പിന്നെ അതല്ലാണ്ട് വേറെ എക്സോസ്റ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. വേറെ അധികം ഒന്നും ചെയ്തിട്ടില്ല. ഇല്ലാതെ ഉണ്ട് പക്ഷേ എന്തായാലും ചിലപ്പോൾ നമ്മൾ വയ്ക്കാനൊക്കെയാണ്. ഇവിടെ ഫോർച്യൂണർ വന്നിട്ടുണ്ട്. വേറൊരു BM ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു നല്ല കാർ ഉണ്ടാവുക. ഇതിൻ്റെ പുറകെ ഇത് ആ സാറിൽ തന്നെയാണല്ലോ നമ്മൾ കാഴ്ച വന്നിരിക്കുന്നത്. ആ സാറിൽ തന്നെയാണ് ബസ്സിൻ്റെ ഒരു ട്രിപ്പാണ് ഗൈസ്. നമുക്കും ബസ് എടുത്താലൊരു പ്ലാനുണ്ട്. നൈസല്ലേ ഗൈസ്, നമുക്കൊരു ബസ് എടുത്താലോ ഗൈസ്, പണി ഇറക്കിയാലോ. വണ്ടി വഴിയോടെ പാർക്ക് ചെയ്തിടാം.
അതാണോ ഈ സൗണ്ട് ഞാനും നോക്കിയാണ് എവിടെ ഓ ഗായ്സ് എനിക്കറിയാവുന്നത് റീകണക്റ്റ് ആവുന്നു. ഞാൻ ഈ വേറൊരു റൂമിലൊന്നും ഇരിക്കണോണ്ടാണ് എന്താ ശബ്ദമൊന്നും വരാണ്ടിരിക്കാൻ ഞാൻ വേറൊരു റൂമിലൊന്നും ഇരിക്കണോണ്ടാണ് ഗായ്സ് എന്താണ് നെറ്റിൻ്റെ പ്രോബ്ലം ഉള്ളത്. അപ്പോൾ അടുത്ത പ്രാവശ്യം മുതൽ ഞാൻ വേറെ റൂം ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ കാറിൻ്റെ കളർ മാറിയതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ ഞാൻ കാണിച്ചത് ഇപ്പോൾ ഞാൻ എന്താ ചെയ്തേക്കാണ്. ഞാൻ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. എന്താ ടർബോ കയറ്റിയിട്ടുണ്ട്, ട്വിൻ ടർബോ ആണ്. പിന്നെ എക്സോസ്റ്റും കയറ്റിയിട്ടുണ്ട്. അത്രയൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളൂ, വേറെ അധികമൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എന്തെങ്കിലും ചെയ്യാനില്ല, ഇതിനൊന്നും ചെയ്യാനില്ല. ഇതിൻ്റെ എല്ലാം നൈസായിട്ടായിരിക്കണം. കളറിലൊന്നും തൊടണില്ല. അപ്പോൾ ഇത് നൈസായിട്ടുണ്ട്. എനിക്ക് ഈ വണ്ടി എന്താണെന്ന് അറിയില്ല ഗൈസ്, എപ്പോഴും ഓടിക്കുമ്പോൾ എന്താ ഭയങ്കര ഇഷ്ടമാണ് ഈ കാറ്. എനിക്ക് ഡെയിലി റിവാർഡ്സ് ഉണ്ട്. 30 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വേറെ ഇത് നമ്മൾ ഈ ഒരു ഇതിൻ്റെ റീല് വന്നേക്കും, ഷോർട്സ് വന്നേക്കും. നമ്മളിങ്ങനെ ട്രാൻസ്ഫോർമേഷനായിട്ട് ഈ മെക്ലാരൻ നല്ലൊരു മെക്ലാരനാണ്, നല്ല സ്പീഡൊക്കെ ഉണ്ട്. നമ്മൾ ഇനി ഒരു ഈ കാറിനെ കുറിച്ചുള്ള റിവ്യൂ ഒക്കെ പറയാനായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നേക്കും ഗൈസ്. പിന്നെ ഈ കാറിനെ റീലി ആയിട്ടിട്ടുണ്ടായിരുന്നു, അത് അത്യാവശ്യം പേര് കണ്ടു. പിന്നെ ഇതിൻ്റെ ഇത് കണ്ടോ, ഈ വിങ് കണ്ടോ, നമ്മൾ ബ്രേക്ക് ഇടുമ്പോഴത്തേക്ക് എന്താ മുകളിലേക്കും താഴത്തേക്കാവും. പിന്നെ ഈ കാറിൻ്റെ അഫ്കോഴ്സ് ഈ കാർ നല്ലൊരു കാറാണ്. ഇതിൻ്റെ ഇത് കണ്ടോ ഗൈസ്, എനിക്ക് എപ്പോഴാണെങ്കിലും ഇതിൻ്റെ ഹുഡിൻ്റെ ഇത് മാറ്റാൻ പറ്റും. ഇതുണ്ടോ, ഇതും ആക്കാം. കാരണം എനിക്ക് ഈ കാർ കിട്ടിയപ്പോൾ തന്നെ എനിക്ക് ഇത് വാങ്ങിച്ചിട്ടായിരുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും ഇതാ വെക്കണം, കാരണം ഇന്ത്യയിൽ നിന്ന് ഓടിക്കുമ്പോഴത്തേക്കും ഇത് വെച്ച് എനിക്കൊന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇത് തന്നെയാണ് എപ്പോഴും വെക്കുന്നത്. പിന്നെ ഈ ഫ്ലാഗ് എനിക്ക് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടിയാണ് കേട്ടോ ഗൈസ്, വേറെ ഒന്നും ചെയ്തിട്ടില്ല, ഇത്രയൊക്കെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഗൈസ്.